ഹായ് ഫ്രണ്ട്സ്, വളരെ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നൈറ്റി നെക്ക് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. ഇതുപോലൊരു പേപ്പർ ക്യാൻവാസ് എടുത്ത് രണ്ടായി ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടാണ് ഞാൻ ഷേപ്പ് വരച്ചെടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വീതി ഒരു 2.5 ഇഞ്ചും ഇറക്കം ഒരു 5.25 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മോൾ ഭാഗത്ത് ഒരു ഷേപ്പിന് വേണ്ടി ഒരു 2.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് 1.25 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുറം ഭാഗത്ത് ഷേപ്പ് വെട്ടി കഴിഞ്ഞതിന് ശേഷം ഉൾഭാഗത്ത് വെട്ടിക്കളയാം. മുകളിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വീതിക്ക് ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു തുണിയിലേക്ക് വെച്ച് കൊടുത്ത് ഒന്നുകിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിങ്ങനെ ഒരു പിൻ കുത്തി വെച്ചിട്ടാണ് ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് ഈ തുണിയിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ കൂടെ വേണം. ആദ്യം തന്നെ നമുക്ക് 1/2 ഇഞ്ച് വീതി വിട്ട് കൊടുത്ത് ഒന്നിങ്ങനെ ഇതിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കഴുത്തിൻ്റെ അരികു ഭാഗത്ത് കൂടെയും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സ്റ്റിച്ചിട്ട് വേറൊരു കളർ നൂലുകൊണ്ടാണ് കേട്ടോ ഞാനിതുപോലെ തയ്ച്ചെടുത്തിട്ടുള്ളത്. നെക്ക് മുഴുവനായും തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് അഴിച്ച് കളയാം. ഇനി ഞാനിതുപോലൊരു ക്രോസ് പീസ് വെട്ടിയെടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒന്നിങ്ങനെ അയൺ ചെയ്തെടുത്താൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നെക്കിൻ്റെ 2 സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഈ പൈപ്പിംഗ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ വെട്ടിയെടുത്തതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിയുടെ ഉൾഭാഗത്താണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഉൾഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററുകൾ തമ്മിലൊന്നിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാധാരണ നെക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ക്യാൻവാസിൽ കൊള്ളാതെ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉൾഭാഗത്ത് തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ, അത് ശ്രദ്ധിക്കണം. തയ്യൽ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായി തന്നെ ഇതൊന്നും തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിങ്ങനെ 1/4 ഇഞ്ച് വീതിക്ക് തയ്യൽ തുമ്പ് നിർത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൂടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്ച്ചതിലൊന്നും കൊള്ളാതെ വേണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ പുറമേക്ക് മറിച്ചെടുക്കുമ്പോൾ വളരെ സിമ്പിളായി തന്നെ മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ നൈറ്റി തുണിയുടെ നല്ല ഭാഗത്തേക്കാണ് മറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഭാഗത്ത് അരികു ചേർത്ത് ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ ഭാഗവും ഒന്നിങ്ങനെ നൈറ്റി തുണിയോട് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം. നമ്മൾ നേരത്തെ ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗ് തയ്യാറാക്കിയില്ലേ, അതിങ്ങനെ ഇതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.